അഷ്റഖൽ ബദ്റു പൂർണ്ണചന്ദ്രൻ 14-ാം രാവ് പ്രകാശത്തോടുകൂടെ ഉദിച്ചിരിക്കുന്നു. അലൈന നമ്മളിൽ 14-ാം രാവ് എന്ന് പറഞ്ഞാൽ 14-ാം രാവിനോട് തുല്യമായ മുത്ത് റസൂലുള്ളാഹി തങ്ങളാണ്. ആ തങ്ങൾ ഉദിച്ചിരിക്കുന്നു. അലൈന നമ്മളിൽ ഫഖ്തഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന 14-ാം രാവ് ഉദിച്ചപ്പോൾ മറഞ്ഞുപോയി. മിൻഹു ആ ബദറിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ അതിന്റെ ശുറൂഖ് കാരണത്താൽ. മിൻഹുന്റെ ലമീർ ബദറിലേക്ക് മടക്കാം, അല്ലെങ്കിൽ അഷ്റഖയിലെ ശുറൂഖിലേക്ക് മടക്കാം. ആ പ്രകാശം കാരണത്താൽ, അല്ലെങ്കിൽ ആ ബദർ കാരണത്താൽ മറഞ്ഞുപോയി. അൽ ബുദൂർ ഇവിടെയുള്ള ബദറും മറ്റു നക്ഷത്രങ്ങളും. ബദറുകൾ ഇവിടെ കാണാൻ പ്രയാസമാണ്. ബദറുകൾ എന്ന് പറഞ്ഞത് ബദറും മറ്റു നക്ഷത്രങ്ങളും കൂട്ടിയുള്ള തഖലീബിന്റെ ബഹുവചനമായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ബദറിനോട് തുല്യമായ, ഇപ്പോഴുള്ള ബദറിനോട് തുല്യമായ ഇഷ്ടംപോലെ ബദറുകൾ ഉണ്ടെങ്കിൽ അതുവരെ മറഞ്ഞു പോകും എന്നുമാകാം ലക്ഷ്യം. അതതിന്റെ ഒരു അർത്ഥമാണ്. മറ്റൊരർത്ഥം, മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം കൊള്ളുന്ന ടൈമാണ് ഇപ്പോൾ. ഫഖ്തഫത് മിൻഹുൽ ബുദൂർ ആ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കുന്ന പലതുമുണ്ട്. ഇമാമിങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്. അവരെല്ലാവരും മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലിങ്ങ് വരുമ്പോൾ ആ പ്രകാശങ്ങൾ മറഞ്ഞു പോവുകയാണ്. നബിയാണ് അവരെല്ലാം കവർ ചെയ്യുന്ന രൂപത്തിൽ പ്രകാശിക്കുന്നത് എന്റെ കൽബിൽ എന്നും അതിന്റെ ആന്തരികമായി നമുക്ക് പറയാം. അതായിരിക്കണം അഷ്റഖ് ചെല്ലുമ്പോഴൊക്കെ ഏറ്റവും നല്ല അർത്ഥം എന്ന് തോന്നിപ്പോവുക. എന്നല്ല, ചിലർക്ക് ഉമ്മയായിരിക്കും ബദർ, ഉപ്പയായിരിക്കും ബദർ, ഭാര്യയായിരിക്കും ബദർ, മക്കളായിരിക്കും ബദർ, മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്ന സ്നേഹിതനായിരിക്കും. അതൊന്നും യഥാർത്ഥത്തിൽ ബദറല്ല, യഥാർത്ഥത്തിൽ ദുന്യാവാണ്. ആ ബദറുകളെല്ലാം അസ്തമിച്ചു. മുത്തുനബി ഹൃദയത്തിൽ വന്നാൽ എല്ലാ ബദറുകളും അസ്തമിക്കും. ആ അസ്തമാനത്തോടുകൂടെയാണ് വാസ്തവത്തിൽ അള്ളാഹുലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുക. മുത്തുനബി ആയിരിക്കണം ഏറ്റവും വലിയ ബദർ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ എന്ന ഹദീസിന്റെ ആന്തരികമായ ആശയം ഈ ആശയത്തെ പിൻബലം നൽകുന്നു. മിസ്ല ഹുസ്നിക നബിയെ തങ്ങളുടെ ചന്തത്തോട് തുല്യമായ ഒരു ചന്തം മാ റഅയ്ന ലോകം കണ്ടിട്ടില്ല. റഅയ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അതോ സൃഷ്ടികൾ കണ്ടിട്ടില്ല. തങ്ങളുടെ ഹുസ്നിനോട് തുല്യമായ ഒരു ഹുസ്ന് ആരും കണ്ടിട്ടില്ല, കാണുകയുമില്ല എന്ന് സ്വഹാബത്ത് 18ഓളം സ്വഹാബികൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഹുസ്ന് പോലത്തെ ഒരു ഹുസ്നിനെ സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകിയിട്ടില്ല. ഖത്തു തീരത്തൻ യാ വജ്ഹ സുറൂർ സന്തോഷത്തിന്റെ മുഖമേ. ആ മുഖം കണ്ടാൽ എല്ലാ ദുഃഖവും നീങ്ങിപ്പോകും. ആ മുഖം കണ്ടാൽ എല്ലാ പ്രയാസവും നീങ്ങിപ്പോകും. അപ്പൊ സന്തോഷം നൽകുന്ന മുഖമാണ് ആ മുഖം. അപ്പൊ വജ്ഹു സുറൂർ സന്തോഷത്തിന്റെ മുഖമേ എന്നതിന് അർത്ഥം എന്ന് പറയാവുന്നതാണ്. അല്ല, സന്തോഷം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ പ്രധാന ഭാഗം ഒരു മുഖമാണെങ്കിൽ തങ്ങൾ സുറൂറിന്റെ മുഖമാണ് എന്നും പറയാം. അതിൽ ആഴത്തിൽ സംസാരിക്കേണ്ടി വരും. ഞാൻ അതിലേക്ക് പോകുന്നില്ല.